ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, കഥ തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം. നിങ്ങൾ ഈ രാത്രിയിലെ കഥയുടെ മായാലോകത്തിലൂടെയുള്ള യാത്ര ശരിക്കും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സ്റ്റോറി ബുക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം ലൈറ്റുകൾ ഡിം ചെയ്യുക. നല്ലൊരു പശ്ചാത്തല ശബ്ദത്തിനായി ഹെഡ്ഫോൺസ് ചെവിയിൽ വയ്ക്കുക. ഇന്നു രാത്രിയിലെ ഈ യാത്രയിലേക്ക് നമുക്കൊരുമിച്ച് മുന്നോട്ടു പോകാം. ആരാധിക രണ്ടാം ഭാഗം. കാലത്തിനപ്പുറം ഒരു പുനർജന്മ പ്രണയകഥ. ഭാഗം 12. ദക്ഷ പുറത്തേക്ക് പോയതും അവൻ ആ മുറി മൊത്തത്തിൽ ഒന്ന് നോക്കി. ഒന്നിനും കുറവില്ലാതെ വെൽ ഫേർണിഷ്ഡ് റൂം. പക്ഷെ സമ്പന്നതയുടെ നടുവിൽ വളർന്ന അവനെ, ഒരു പുരോഹിതനായിരുന്ന അവനെ അതൊന്നും ഒരു വിധത്തിലും മോഹിപ്പിച്ചില്ല. അവരുടെ സ്നേഹവാത്സല്യങ്ങളോ കോവിലകത്തിന്റെ സമ്പത്തോ ആഭിജാത്യമോ ജന്മം തന്ന മാതാപിതാക്കളോ സഹോദരങ്ങളോ ആരും ഒന്നും അവന്റെ മനസ്സിലേക്ക് എത്തിയില്ല. അവന്റെ മനസ്സിൽ അപ്പനായിരുന്നു, അമ്മച്ചിയായിരുന്നു, ഫിന്നിയും ജക്കുവും ജെസിമോളുമായിരുന്നു, മേക്കാനായി വീടായിരുന്നു. അപ്പനെ അനുസരിക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രം വന്നതാണ് അവൻ. എത്രയും വേഗം ഇവിടെ ചെയ്തു തീർക്കേണ്ടതെല്ലാം തീർത്ത് തിരിച്ചു പോകണം എന്ന് അവൻ ഒരിക്കൽ കൂടി ഉറപ്പിച്ചു. അമ്മച്ചിയും ജെസിമോളും കൂടി പാക്ക് ചെയ്ത ബാഗ് അവൻ തുറന്നു. അതിൽ എന്തൊക്കെയുണ്ടെന്ന് നിശ്ചയമില്ലെങ്കിലും തനിക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ടാവും എന്ന് അവൻ അറിയാമായിരുന്നു. അവൻ ലാപ്പ് പുറത്തേക്കെടുത്തു, ഓൺ ചെയ്തു, ഫിനിയെ കണക്ട് ചെയ്തു. പീലിച്ചായോ എന്ന അവന്റെ മനം കുളിർപ്പിച്ച ആ വിളി അടുത്ത നിമിഷം അവന്റെ കാതുകളിൽ വന്ന് പതിച്ചു. എവിടെ നിന്നോ ഒരു സങ്കടം പൊട്ടി വരുന്നത് പോലെ അവന് തോന്നി. സ്ക്രീനിൽ തന്റെ പ്രിയപ്പെട്ടവരുടെ മുഖം തെളിഞ്ഞു. അപ്പാ, തെമ്മാടി. ആ വിളി, ആ ഒരൊറ്റ വിളി മതിയായിരുന്നു അവന്റെ സങ്കടങ്ങളെല്ലാം ഒലിച്ചു പോകാൻ. വീട്ടിലെത്തിയോടാ കള്ള തിരുമാലി? എത്തിയപ്പാ, വന്നതേ ഉള്ളൂ. വല്ലതും കഴിച്ചോടാ നീ? അമ്മച്ചിക്ക് അതാണ് അറിയേണ്ടത്. അമ്മച്ചി. പിന്നെ അവൻ അവിടെ നിന്നും പോന്നത് മുതലുള്ള എല്ലാ വിശേഷങ്ങളും വള്ളിപുള്ളി തെറ്റാതെ ആവർത്തിച്ചു. എടാ പീലിക്കുഞ്ഞ്, അപ്പന്റെ തെമ്മാടി വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ഈ അപ്പൻ ഇവിടെ തന്നെ ഉണ്ടടാ. എനിക്കറിയില്ലേ അപ്പാ. പിന്നെ നിന്റെ അക്കൗണ്ടിലേക്ക് അപ്പൻ ആവശ്യത്തിന് ക്യാഷ് ഇട്ടിട്ടുണ്ട്. ഇനിയും ഇട്ടോളാം. നീ ഇഷ്ടം പോലെ ചെലവാക്കിക്കോ. അവിടെ ആരോടും ഒന്നും ആവശ്യപ്പെടണ്ട. എന്നതാണേലും നീ അപ്പനെ വിളിച്ചാ മതി കേട്ടോ. ശരിയപ്പാ. അപ്പൻ സങ്കടപ്പെടണ്ട, എനിക്കൊരു കുഴപ്പമില്ല. ഇനി എന്നതേലും ഉണ്ടായാൽ തന്നെ ഞാൻ അങ്ങ് വന്നോളാം, പോരെ? മതിയുടെ ചെക്ക. ഇച്ചായ, എല്ലാം ബാഗിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, ജെസ്സി പറഞ്ഞു. അവരുടെ സ്നേഹാന്വേഷണങ്ങളുടെ ആ സ്വർഗത്തിലേക്ക് അനുവാദം കൂടാതെ ദക്ഷ കയറി വന്നു. ആദ്യേട്ടാ. ആ വിളി ഫിലിപ്പിനൊപ്പം മേക്കാനായി വീട്ടിലുള്ളവരും കേട്ടു. അവൻ സ്ക്രീനിൽ നിന്നും മുഖമുയർത്തി വാതിക്കലേക്ക് നോക്കി. കയറി വന്നോളൂ. ദക്ഷ അകത്തേക്ക് കയറിയതും മുന്നിൽ ലാപ്ടോപ്പും വെച്ച് മുഖത്ത് നിറഞ്ഞ പ്രസാദവുമായി ഇരിക്കുന്ന ആദിയെ കണ്ടപ്പോൾ തന്നെ അപ്പനായിരിക്കും വിളിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ അവനടുത്തേക്ക് വന്ന് അവരെ കാണത്തക്ക വിധം നിന്ന് പുഞ്ചിരിച്ചു. അവരും തിരികെ പുഞ്ചിരി തൂകി. അമ്മച്ചി വിഷമിക്കണ്ട കേട്ടോ. ആദ്യേട്ടിന് നിങ്ങളുടെ കുറവല്ലാതെ മറ്റൊരു സങ്കടവും ഇവിടെ ഉണ്ടാവില്ല, ഉറപ്പ്. ശരിയപ്പാ, ഞാൻ പിന്നെ വിളിക്കാം. അവൻ പെട്ടെന്ന് ലാപ്പ് ഓഫ് ചെയ്തു. ദക്ഷ അപ്പോൾ അവിടെ കയറി വന്നതും അമ്മച്ചിയെ അങ്ങനെ സംബോധന ചെയ്തതും അവന് പിടിച്ചില്ല. ആ ഇഷ്ടക്കേടോടെ അവൻ ചോദിച്ചു, എന്നതാ? ഭക്ഷണം കഴിക്കണ്ടേ? എനിക്കൊന്ന് ഫ്രഷ് ആവണം. ഞാനെങ്കിൽ കുറച്ചു കഴിഞ്ഞു വരാം. അവന്റെ ഇഷ്ടക്കേട് മനസ്സിലായ അവൾ നിഴൽ വീണ മുഖത്തോടെ പറഞ്ഞു. കോവിലകത്തിനു മേലെ പാലൊളി ചന്ദ്രിക തെളിഞ്ഞ മാനത്തു നിന്നും നക്ഷത്ര കുഞ്ഞുങ്ങളോടൊപ്പം പുഞ്ചിരി തൂകിക്കൊണ്ടിരുന്നു. ആ കോവിലകവും അന്ന് എന്നത്തെയും കൂടുതൽ പ്രകാശം പരത്തി. ആ സന്തോഷത്തിന്റെ അടയാളം പോലെ കോവിലകത്തെ എല്ലാ വിളക്കുകളും അന്ന് തികഞ്ഞ ഉണർവോടെ മിന്നിക്കത്തി. ആദ്യേട്ടാ. വാതിൽക്കൽ നിൽക്കുന്ന ദക്ഷയെ അവൻ ചോദ്യഭാവത്തിൽ നോക്കി. അവൾ പുഞ്ചിരിയോടെ അകത്തേക്ക് വന്നു. ഒന്നുമില്ല, ഞാൻ ചുമ്മാ വന്നേയുള്ളൂ. അവൻ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. ദക്ഷ ഒന്ന് ശങ്കിച്ചെങ്കിലും പറഞ്ഞു തുടങ്ങി. ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഏട്ടന് അറിയില്ലല്ലോ. ഇതൊരു വലിയ കോവിലകമാണ്. ഒരുപാട് രഹസ്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതേപോലെ നന്മകളും ശാപങ്ങളും. ഇവിടെയുള്ളവർ ചിട്ടയായ നിഷ്ഠയോടെയും ആചാരവിധികളോടെയും വേണം കഴിയാൻ. അല്ലെങ്കിൽ പരദേവതകളുടെ കോപം ഉണ്ടാവും അത്രേ. ആദ്യേട്ടന് ഇതിനെ കുറിച്ചൊന്നും അറിയില്ലെന്നറിയാം. പതിയെല്ലാം മനസ്സിലാവും.
ഈ കോലോത്ത് എന്തിനും അധികാരമുള്ളത് ആൺമക്കൾക്കാണ് എന്ന് കരുതി സ്ത്രീകൾ ഇവിടെ അടിമകളൊന്നും അല്ലാട്ടോ, ദേവതകൾ തന്നെയാണ്. ഇപ്പോൾ ഈ തറവാട്ടിൽ അധികാരികൾ ഏട്ടന്റെ വല്യച്ഛനും അച്ഛനും ഭദ്രേട്ടനും ആദിയേട്ടനുമാണ്. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും കോലോത്ത് എവിടെയും സഞ്ചരിക്കാനുള്ള അധികാരമുണ്ട്. പക്ഷെ പൂജകളും ആരാധനകളും നടക്കുന്നിടത്ത് ചെല്ലാൻ ആദിയേട്ടന് ഇപ്പോൾ കഴിയില്ല. അതിന് കുറച്ചു കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. എല്ലാം ഞാൻ പതിയെ പറഞ്ഞു തരാം. ഏട്ടന് എന്തും ആരോടും കൽപ്പിക്കാനുള്ള അധികാരമുണ്ട്. അനുസരിക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കും, വെല്ലിച്ചനോട് ഒഴികെ. വെല്ലിച്ചനാണ് പരമാധികാരി. ആദ്യ വെറുതെ കേട്ടു നിന്നു. അവന് താൻ പറഞ്ഞതിലൊന്നും യാതൊരു താല്പര്യവുമില്ലെന്ന് അവന്റെ മുഖഭാവത്തിൽ നിന്നും അവൾക്ക് മനസ്സിലായി. വരൂ, വെല്ലിച്ചൻ വിളിക്കുന്നുണ്ട്. അവൻ അവൾക്കൊപ്പം ചെന്നു. അവൾക്കൊപ്പം നടക്കും തോറും ആ വീടിന്റെ പ്ലാൻ അവനെ അത്ഭുതപ്പെടുത്തി. ഒരു വിശാലമായ മുറിയിലേക്കാണ് അവർ എത്തിയത്. അതൊരു മുറിയാണോ ബാൽക്കണിയാണോ എന്ന് അവന് ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല. വെല്ലിച്ചനും അച്ഛനും ഭദ്രനും അവിടെ അവനെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. വരൂ കുട്ടി, വാത്സല്യത്തോടെ വെല്ലിച്ചൻ പറഞ്ഞു. ആദിയുടെ അച്ഛന്റെ മുഖത്തും വാത്സല്യം തുളുമ്പി. നീ വന്നതല്ലേ ഉള്ളൂ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ദക്ഷ പതിയെല്ലാം മനസ്സിലാക്കി തരും. അവൻ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം ആദി പറഞ്ഞു, എനിക്ക് ചിലത് പറയാനുണ്ട്. പറഞ്ഞോളൂ. അവർ പരസ്പരം നോക്കി. എന്താവും അവന് പറയാനുള്ളത്? അഹിതമായതൊന്നും ആവരുതേ എന്ന് അവരെല്ലാവരും ഒരുപോലെ ആഗ്രഹിച്ചു. അപ്പൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടേക്ക് വന്നത്. എത്രയും വേഗം എനിക്ക് മടങ്ങുകയും വേണം. തിരുവസ്ത്രം എന്റെ ശരീരത്തിൽ ഇല്ലെന്ന് കരുതി എന്റെ തീരുമാനങ്ങളും ഇഷ്ടങ്ങളും ഞാൻ ഉപേക്ഷിച്ചു എന്ന് കരുതരുത്. അതിപ്പോഴും എന്റെ ആത്മാവിലുള്ളത് കൊണ്ട് അതുപോലെ തന്നെ ജീവിക്കാൻ എനിക്ക് കഴിയും. അവനൊന്ന് നിർത്തി. അത് ആദ്യം മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഇവൾക്കാണ്. പിന്നെ ഞാനൊരു പുരോഹിതനാണ്, അത് നിങ്ങൾ ആരും മറക്കരുത്. എത്രയും നേരത്തെ എന്നെ ഫ്രീ ആക്കാമോ അത്രയും നേരത്തെ അത് ചെയ്യുക. ഇനി എന്നും ഞാൻ ഇവിടെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ച് നിങ്ങളാരും വിഡ്ഢികളാവണ്ട. ഞാൻ തിരിച്ചു പോവും, എന്റെ വീട്ടിലേക്ക്, എന്റെ അപ്പന്റെ അടുത്തേക്ക്. നേരത്തെ പറഞ്ഞത് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ചു പറയാ. പള്ളിപ്പറമ്പിലെ കല്ലറയ്ക്ക് മുകളിലും എന്റെ പേര് ഫാദർ ഫിലിപ്പ് വിൻസെന്റ് മേക്കാനായി എന്നായിരിക്കും. ഗുഡ് നൈറ്റ്. അവൻ തിരിഞ്ഞു നടന്നുപോയി. ഒരു നിമിഷം എല്ലാവരും പ്രതികരിക്കാനാവാതെ നിന്നുപോയി. ദക്ഷയിൽ നിന്നും ഒരു തേങ്ങൽ ഉയർന്നു. എന്താ കുട്ടി ഇത്? സങ്കടപ്പെടണ്ട, എല്ലാം ശരിയാവും. അവനിങ്ങ് വന്നതല്ലേ ഉള്ളൂ. ചെല്ല്, കുട്ടി സമാധാനത്തോടെ ചെന്ന് കിടക്ക്. അമ്മാമ്മ അവളെ ആശ്വസിപ്പിച്ച് പറഞ്ഞയച്ചു. അവൾ നടന്നു മറയുന്നതും പ്രിയനന്ദൻ വർമ്മ അവിടേക്ക് വന്നു. അവിവാഹിതനും ബ്രഹ്മചാരിയുമായ അയാൾ കോലോത്തെ മാന്ത്രികനാണ്. ആദിയുടെ അച്ചച്ചന്റെ അനുജൻ. ഇളയച്ചന്റെ മുഖത്തെ ഗൗരവത്തിന് കാരണം ആദിയുടെ വാക്കുകളാണെന്ന് മനസ്സിലാക്കിയ അവരിൽ ചെറിയൊരു ഭീതി പടർന്നു കയറാൻ തുടങ്ങി. ഹരിയെ വിളിക്കൂ. ഭദ്രൻ പോയി ഹരിയെ ദക്ഷയുടെ ഏട്ടനെ വിളിച്ചുകൊണ്ടുവന്നു. പ്രിയനന്ദൻ അതീവ ഗൗരവത്തോടെ എല്ലാവരോടുമായി തുടർന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. ചിലതെല്ലാം നിങ്ങൾക്ക് അറിവുള്ളതാണ്, അറിയാത്ത ചിലതും പറയാനുണ്ട്. എല്ലാവരുടെയും മുഖത്ത് ആകാംക്ഷ പ്രകടമായി. ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അമ്പാട്ട് തറവാട്ടിലെ കുടുംബക്ഷേത്രത്തിലെ അന്ന് മുടങ്ങിപ്പോയ ആ ഉത്സവം വീണ്ടും നടത്തണം. അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. അതിനുവേണ്ട കാര്യങ്ങൾ എത്രയും വേഗം ചെയ്യണം. പക്ഷേ എങ്ങനെ ഇളയച്ച? അമ്പാട്ട് തറവാടിന്റെ ഗേറ്റ് പോലും ഇതുവരെ തുറക്കാൻ പറ്റിയിട്ടില്ല. ഓർമ്മയില്ലേ ഒരിക്കൽ ശ്രമിച്ചിട്ട് കോലോത്തുണ്ടായ അപശകുനങ്ങളൊക്കെ? ഉണ്ട്, പക്ഷേ അത് തുറന്നേ പറ്റൂ. ഇനി അതിന് കഴിയും. ആദ്യം വന്നില്ലേ? ഈ കോവിലകത്തെ ശാപങ്ങൾ മാറണമെങ്കിൽ മറ്റൊരു വഴിയില്ല. വർഷങ്ങൾക്ക് മുൻപ് ആ തറവാട് മുറ്റത്ത് വെച്ചാണ് ആവണി മഹാദേവന്റെ കയ്യെത്തും ദൂരത്ത് മരിച്ചു വീണത്. അവളുടെ നഷ്ടത്തിൽ അവന്റെ കാലിൽ കിലുങ്ങിയ ചങ്ങല കിലുക്കം ഇന്നും അവസാനിച്ചിട്ടില്ല. ഇപ്പോഴും അത് ഈ കോവിലകത്തിന്റെ അകത്തളങ്ങളിൽ കിലുങ്ങുന്നു. അവന്റെ ആ നഷ്ടത്തിന്റെ പകയാണ് ഇന്നും ഈ വീട് അനുഭവിക്കുന്നത്. അതിനുള്ള പോംവഴി ഒന്നു മാത്രം. അന്ന് മുടങ്ങിയ ആ ഉത്സവം വീണ്ടും നടക്കണം. എന്താണ് ചെയ്യേണ്ടത്? പറയൂ. പറയാം. ആ ഉത്സവം നടക്കണമെങ്കിൽ ദക്ഷ ആദിക്ക് സ്വന്തമാവണം, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും. അതും ഈ തറവാട്ടിലെ മഹാദേവന്റെ മുറിയിൽ വെച്ച് തന്നെ, മഹാദേവനും ആവണിയുമായി വിധിപ്രകാരം. പക്ഷെ ആദി, അവനൊരു ബ്രഹ്മചാരിയാണ്. എങ്ങനെ അത് സാധ്യമാവും? പ്രിയനന്ദന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവന്റെ ബ്രഹ്മചര്യത്തിന് ഇനി അധികം ആയുസില്ല. അത് മഹാദേവൻ ആവണിക്കായി അവനെ തന്നെ സംരക്ഷിക്കാൻ കണ്ടെത്തിയ ഒരു മാർഗം മാത്രമാണ്. ജനിച്ചു വീണപ്പോൾ മുതൽ
ആവണി ദേവനെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ, ദേവൻ ആവണിയെയും. ഈ ജന്മത്തിലും അതങ്ങനെ തന്നെ വേണം. അതുകൊണ്ടാണ് ദക്ഷയെയും ഇങ്ങനെ വളർത്തിയത്. അയാൾ ഒന്ന് നിർത്തി വീണ്ടും തുടർന്നു. അമ്പാട്ട് വീട്ടിൽ താമസിക്കാനാവാതെ നമ്മുടെ പൂർവികർ അവിടെ നിന്നും പോരുകയായിരുന്നു. പിന്നീട് ഇവിടെ ഈ കോവിലകം പണിത് താമസം തുടങ്ങി. എന്നിട്ടും ആവണിയെ തനിക്ക് നഷ്ടപ്പെടുത്തിയ വീട്ടുകാരോടുള്ള ദേവന്റെ പക അവസാനിച്ചില്ല. അത് ഓരോ ദുരനുഭവങ്ങളായി തുടർന്നുകൊണ്ടിരുന്നു. അന്ന് ദത്തൻ തിരുമേനിയാണ് കഠിന പ്രയത്നത്തിലൂടെ പരിഹാരം നിർദ്ദേശിച്ചത്. ദേവനും ആവണിയും പുനർജനിക്കും. അവരുടെ കൂടിച്ചേരലിലൂടെ മാത്രമേ ഇതിന് ശാശ്വതമായ പരിഹാരമുണ്ടാവൂ. അത് സംഭവിക്കും വരെയും ആപത്തുകളെ കുറെയെങ്കിലും തടയാൻ ഒരാൾ ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിച്ച് ഈശ്വര ധ്യാനത്തോടെ ജീവിക്കുക. നിന്നു പോയിടത്തു നിന്നും വീണ്ടും തുടങ്ങണം. പക്ഷേ ഇതൊന്നുമല്ല ഏറ്റവും വലിയ പ്രശ്നം. എല്ലാവരും ആകാംക്ഷയോടെ അയാളെ നോക്കി. ആദിയും ദക്ഷയും സ്വയം തിരിച്ചറിയണം. അവർ മഹാദേവനും ആവണിയുമായി മാറണം. അത് സാധ്യമാവുക അത്രയും എളുപ്പമല്ല. അതിന് എന്ത് ചെയ്യാൻ കഴിയും? ദക്ഷയുടെ സാമീപ്യം എപ്പോഴും അവനടുത്തുണ്ടാവണം. ദക്ഷയോട് ഇതെല്ലാം പറഞ്ഞാലോ? പാടില്ല, അത് കൂടുതൽ കുഴപ്പമാവും. ആദി മഹാദേവനെ തിരിച്ചറിയാതിരിക്കുകയും ദക്ഷ ആവണിയെ തിരിച്ചറിയുകയും ചെയ്താൽ അത് വലിയ ആപത്താണ്. കാരണം ആവണി ദേവന് സമർപ്പിതയാണ്. അവൻ എന്തു പറഞ്ഞാലും അവൾ കണ്ണും പൂട്ടി അനുസരിക്കും. അതായത് ആദി പറയുന്നത് എന്തും അവൾ അനുസരിക്കും. ആദി എന്താണ് പറയുക എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയില്ല. എന്റെ പരദൈവങ്ങളെ, പേടിക്കാൻ പറഞ്ഞതല്ല, കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഭദ്രനും ഹരിയും, അവർക്കൊപ്പം പുനർജനിച്ചതാണ് നിങ്ങളും. ഭദ്രൻ ദേവദേവന്റെയും ഹരി ആയുഷിന്റെയും പുനർജന്മമാണ്. ദേവനും ആവണിക്കും ഒപ്പം നിന്നത് അവർ മാത്രമാണ്. അവർ ഒന്നാവണമെന്ന് ആഗ്രഹിച്ചതും. അയാൾ ചുവന്ന പട്ടുകൊണ്ട് പൊതിഞ്ഞ ഒരു ഗ്രന്ഥം ഭദ്രനെ ഏൽപ്പിച്ചു. ഇതിൽ ദേവനെയും ആവണിയെയും പറ്റിയുള്ള നമുക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. ദേവദേവനെയും ആയുഷിനെയും കുറിച്ചുള്ള കാര്യങ്ങളും. വായിച്ചു നോക്കുക. ഭദ്രൻ അത് വാങ്ങി. ഒന്നുകൂടി, ആദ്യം ഒരു തരത്തിലും പ്രകോപിപ്പിക്കരുത്. അവൻ ദേവനെ തിരിച്ചറിയുക കഠിനകരമാണ്. കാരണം അവൻ മറ്റൊരു വിശ്വാസത്തിൽ ജീവിച്ചവനാണ്, അതിൽ അഗ്രഗണ്യനും. അവന്റെ മനസ്സിനെ തോൽപ്പിക്കുക അസാധ്യം. സ്നേഹത്തിലൂടെ മാത്രമേ അതിന് കഴിയൂ. നമ്മൾ പറയുന്നതൊന്നും അവൻ അംഗീകരിക്കില്ല. പക്ഷെ ദക്ഷയ്ക്ക് അതിന് കഴിയണം. എല്ലാവരും അതേന്ന് തലയാട്ടി. സ്വതന്ത്രമായ 2 പട്ടങ്ങളായി അവർ പറക്കട്ടെ. രണ്ടിന്റെയും ചരട് നമ്മുടെ കയ്യിലായിരിക്കണം. അവർക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള വഴി ഒരുക്കേണ്ടതും നമ്മളാണ്. ഓർമ്മിച്ചോളൂ. 2 ദിവസം ഇങ്ങനെ പോകട്ടെ. അവൻ ഇവിടെയൊക്കെയായി ഒന്ന് പരിചയപ്പെടട്ടെ. അയാളൊന്ന് ദീർഘമായി നിശ്വസിച്ചു. ഇനി പോയി ഉറങ്ങിക്കോളൂ എല്ലാവരും.